Important essay question from Indian economic development എന്നാണ്. അതിൽ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ്സ് സ്ട്രാറ്റജീസ് അതൊരു ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും അതേപോലെ അതിന് ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വരാനുള്ള സ്ട്രാറ്റജീസുമാണ്. 8 മാർക്കിന്റെ ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ 2 സബ്പാർട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. What is sustainable development and what are the strategies? Explain various strategies for sustainable development. അപ്പോൾ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് ആദ്യം വാട്ട് ഇസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് വിച്ച് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് റെഡ്യൂസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതായത് ഇപ്പോൾ ഉള്ള പ്രസന്റ് ജനറേഷന്റെ എല്ലാ ആവശ്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനോടൊപ്പം ആരെയും കൂടെ പരിഗണിക്കണം. വി ഹാവ് ടു കൺസിഡർ ദ ഫ്യൂച്ചർ ജനറേഷൻ. അതായത് അവരുടെ ആവശ്യങ്ങളും അവർക്കും ആവശ്യങ്ങൾ ഉണ്ടാവും, അതും കൂടെ മീറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ ടൈപ്പുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വെറുതെ പറഞ്ഞു നടന്നാൽ പോരാ, നമ്മൾ അതിന് കുറച്ച് സ്ട്രാറ്റജീസ് മെത്തേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അത് വരാൻ വേണ്ടി. അതിൽ ആദ്യത്തേതാണ് യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അതായത് നമ്മൾ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ഉപയോഗിക്കുക. മക്കളെ, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് കോളും പെട്രോളിയം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, കാരണം ഇതെല്ലാം കത്തിക്കുമ്പോൾ എന്തുണ്ടാവും? പൊല്യൂഷൻ ഉണ്ടാവും. സോ വി ഷുഡ് യൂസ് സോളാർ എനർജി, വിൻഡ് എനർജി, ഇതൊക്കെ ഉപയോഗിക്കണം. കാരണം ദേ ആർ ഇക്കോ ഫ്രണ്ട്ലി. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ആദ്യം ഇവർ പറയുന്നത് യൂസ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. നിങ്ങൾ അത് ഉപയോഗിക്കൂ, സോളാർ എനർജി, വിൻഡ് എനർജി ഒക്കെ ഉപയോഗിക്കൂ. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി പൊല്യൂഷൻ, ഇറ്റ് ഈസ് ഇക്കോ ഫ്രണ്ട്ലി. രണ്ടാമത്തതാണ് എന്ത്? LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമപ്രദേശങ്ങളിൽ നിങ്ങൾ LPG ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗോബർ ഗ്യാസ്, ചാണകത്തുനിന്ന് നമ്മൾ ഗ്യാസ് എടുക്കുന്നില്ലേ, അത് ഉപയോഗിക്കുക. കാരണം റൂറൽ ഏരിയാസിൽ നോക്ക്, ഹൗസ് ഹോൾഡ് ഇൻ റൂറൽ ഏരിയാസ് ജനറലി യൂസ് വുഡ്, കൗഡങ്, അതർ ബയോമാസ് ആസ് ഫ്യൂവൽ. ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇതെന്ന് പറയുന്നത് എന്താ, വിറകും അതും ഒക്കെയാണ് കത്തിക്കാറ്. അപ്പൊ അതൊക്കെ കത്തിക്കുന്ന സമയത്ത് പുകയും അതേപോലെ എയർ പൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ പറയുന്നത് നിങ്ങൾ LPGയും ഗോബർ ഗ്യാസ് ഉപയോഗിക്കൂ. മാത്രമല്ല, നമ്മൾ ഈ ഫ്യൂവൽ വുഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡീഫോറസ്റ്റേഷനും സോയിൽ ഫെർട്ടിലിറ്റി ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയാണ് യു യൂസ് LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. അതേപോലെ അടുത്തതാണ് യൂസ് CNG ഇൻ അർബൻ ഏരിയാസ്. നഗരപ്രദേശങ്ങളിൽ എന്തുപയോഗിക്കുക? പെട്രോളിയം, ഡീസലൊക്കെ മാറ്റി വെക്കൂ, എന്നിട്ട് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കൂ. ഇപ്പൊ നമ്മളെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലെല്ലാം പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ വെഹിക്കിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ എന്തുപയോഗിക്കണം? ഇറ്റ് ഈസ് കമ്പൽസറി ടു യൂസ് CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കണം ടു റെഡ്യൂസ് പൊല്യൂഷൻ. അടുത്തതാണ് അവർ പറയുന്നത് വിൻഡ് പവർ ഉപയോഗിക്കൂ ഇഷ്ടംപോലെ. അതായത് എവിടെയാണോ കാറ്റിന്റെ ശക്തി കൂടുതലുള്ളത് അവിടെ വിൻഡ് മിൽസ് വെക്കൂ. വിൻഡ് മിൽസ് വെച്ചുകൊണ്ട് ക്രിയേറ്റ് ഇലക്ട്രിസിറ്റി. അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തില്ല? പൊല്യൂഷൻ ഇല്ല, ഒരു ഗ്യാസ് ഒന്നും എമിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതാണ് യൂസ് വിൻഡ് മില്ല് വെക്കാൻ. പിന്നെ പറയുന്നത് സോളാർ പവർ ത്രൂ ഫോട്ടോ വോൾട്ടൈക് സെൽസ്. നമ്മുടെ സോളാർ പാനലൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സോളാർ എനർജിയിൽ കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യണം. കാരണം ഈ ഫോട്ടോ വോൾട്ടൈക് സെൽസിൽ എന്തുണ്ട്? സോളാർ എനർജി സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, ടച്ച് ചെയ്യുമ്പോൾ അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇറ്റ് പ്രൊഡ്യൂസസ് വാട്ട്? ഇലക്ട്രിസിറ്റി. കണ്ടോ? ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് എന്തില്ല? നോ പൊല്യൂഷൻ, ഇറ്റ് ഈസ് ഇക്കോ ഫ്രണ്ട്ലി. കേട്ടോ? അപ്പൊ അത് ചെയ്യണം. അടുത്തതാണ് കൺസ്ട്രക്ഷൻ ഓഫ് മിനി ഹൈഡൽ പവർ പ്ലാന്റ്സ്. ഇപ്പൊ നമ്മളെ പോലെ വലിയ വലിയ ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് വലിയ വലിയ അമണ്ടൻ ഇതൊന്നും വെക്കാതെ ചെറിയ ചെറിയ മിനി ഹൈഡൽ പ്ലാന്റ്സ്. അതായത് നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ സ്ട്രീംസും കുറെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ചെറിയ ചെറിയ മിനി ഹൈഡൽ പവർ പ്ലാന്റ്സ് വെച്ചിട്ട് വളരെ കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക? നമ്മൾ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യണം. കേട്ടോ? അടുത്തതാണ് എന്ത്? ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്. അതായത് പഴയകാല ഇതിലേക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എന്താ പറയാ, ആയുർവേദവും സിദ്ധ മെഡിസിനിലെയും ഒക്കെ തിരിച്ചു പോകൂ എന്നാണ് പറഞ്ഞത്. കാരണം മോസ്റ്റ് മോഡേൺ ഇതിനൊക്കെ എന്തുണ്ട്? സൈഡ് എഫക്ട്സ് ഉണ്ട്. സോ ലെറ്റ് ദം ഗോ ബാക്ക്. ട്രഡീഷണലി ഇന്ത്യൻ പീപ്പിൾ വെരി ക്ലോസ് ടു ദിയർ എൻവയോൺമെന്റ്. അപ്പൊ നമ്മുടെ ഇന്ത്യക്കാർ പലപ്പോഴും നമ്മുടെ പ്രകൃതിയുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് കൃഷി രീതി ആയാലും ഹെൽത്ത് കെയർ സിസ്റ്റം ആയാലും നമ്മൾ എന്ത് ചെയ്യാണ്? ട്രഡീഷണൽ പ്രാക്ടീസസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതാണ് ബയോ കമ്പോസ്റ്റിംഗ്. യെസ്, അതായത് പച്ചില വളങ്ങളും അത് ഉപയോഗിക്കുക. കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക, വേർമി കമ്പോസ്റ്റ് ഒക്കെ കേട്ടിട്ടില്ലേ? അത് ഉപയോഗിക്കുക. കാരണം നമ്മൾ ഗ്രീൻ റവല്യൂഷൻ വന്നപ്പോൾ പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിച്ചു?
പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചു. പക്ഷേ ഈ ഫെർട്ടിലൈസേഴ്സും അതൊക്കെ ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? നമ്മുടെ സോയിലും പൊല്യൂഷനും അതൊക്കെ വരാൻ തുടങ്ങി. സോയിൽ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗോ ബാക്ക് ടു ബയോ കമ്പോസ്റ്റിംഗ്. അതാവുമ്പോൾ എന്തല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അത് തന്നെയാണ് മക്കളെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഓർഗാനിക് ഫാമിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞ കൃഷി രീതിയിലെ, ആ ജൈവ കൃഷി രീതിയിലെ അതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിൽ എന്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ? ബയോ കമ്പോസ്റ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അടുത്തതാണ് ബയോ പെസ്റ്റ് കൺട്രോൾ. ഇനി ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കുകയാണ്. പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ ഇങ്ങനെ ഇട്ട് വരുമ്പോഴേ നമ്മൾ പൂവും കായൊക്കെ ഇട്ട് വരുമ്പോഴേ അങ്ങോട്ട് പെസ്റ്റിസൈഡ്സ് അങ്ങ് ഉപയോഗിക്കുക, കണ്ണ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കീടങ്ങളൊക്കെ വന്ന് തിന്നത്തില്ലേ, അതുകൊണ്ട്. അപ്പോൾ ആ ബയോ പെസ്റ്റ് കൺട്രോൾ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ വന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഈ ബയോ പെസ്റ്റ് കൺട്രോൾ വന്നപ്പോഴും നമ്മുടെ സോയിലും വാട്ടറും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? പൊല്യൂട്ടഡ് ആയി. അപ്പോൾ നമ്മൾ ബയോ പെസ്റ്റ് കൺട്രോൾ ചെയ്യണം. അതിന് പകരം നമുക്ക് പുകയില കഷായം, വേപ്പിൻ കഷായം ഒക്കെ ഇല്ലേ, അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങണം. പിന്നെയാണ് കഴിഞ്ഞു. അപ്പൊ ദീസ് ആർ ദ വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ അറ്റൈനിങ് വാട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന് 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ. ഓക്കെ.